സംസ്ഥാനത്ത് ഭൂമിയുടെ ഡിജിറ്റൽ സർവേ മുടങ്ങി. ശമ്പളം നിലച്ചതോടെ താൽക്കാലിക ജീവനക്കാരായ സർവേ ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. 3 മാസമായി ശമ്പളം മുടങ്ങിയതാണ് പ്രതിഷേധിക്കാൻ ജീവനക്കാരെ നിർബന്ധിതരാക്കിയത്. സംസ്ഥാനത്ത് ഭൂമിയുടെ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നതിനിടെയാണ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത്. 3 മാസങ്ങളായി ശമ്പളം മുടങ്ങിയതോടെ താൽക്കാലിക ജീവനക്കാർ പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങി. സർവേ നടപടിയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് ജീവനക്കാർ. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു, MLA-മാർക്ക്, നിലവിലുള്ള മന്ത്രിമാർക്ക്, റവന്യൂ മിനിസ്റ്റർ എല്ലാവർക്കും നമ്മൾ നിവേദനം കൊടുത്തു. ആരും ഒരു പ്രതികരണം നമുക്ക് തരാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുന്നത്. സ്ത്രീകളടക്കം 3500ഓളം ജീവനക്കാരാണ് സർവേ ജോലിക്കായി സംസ്ഥാനത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിമാസം 21,000 രൂപയാണ് ഇവരുടെ വേതനം. ഇതും മുടങ്ങിയതോടെ പല കുടുംബങ്ങളും പ്രതിസന്ധിയിലായി. പ്രായമായ അച്ഛനും അമ്മയുണ്ടാവും, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാവും. ഞങ്ങൾ തന്നെ പലരും പലവിധ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണ്. ഞങ്ങൾ ഈ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഏപ്രിലിൽ ലഭിക്കേണ്ട മാർച്ച് മാസത്തെ ശമ്പളം ആദ്യം മുടങ്ങി. ഇലക്ഷൻ നടപടികൾ പൂർത്തിയായതോടെ ശമ്പള വിതരണം പുനരാരംഭിക്കാമായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമെടുക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.